ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 19, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ഥയ. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ഥയ. മാക്സിമിനൂസ് രണ്ടാമൻ ചക്രവർത്തിയുടെ കാലത്ത് മതമർദ്ദനം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊന്നിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊല്ലുന്ന മതമർദ്ദന കാലയളവിൽ കൊല്ലപ്പെട്ട, രക്തസാക്ഷ്യം മരിച്ച ഒരു സ്ത്രീയാണ് അലക്സാണ്ട്രിയയിലെ ഥയ. കന്യകയായി ജീവിക്കാമെന്ന് വ്രതം ചെയ്ത് ദൈവത്തിന് സ്വയം സമർപ്പിച്ചവളാണ് ഥയ. അങ്ങനെ കർത്താവിന് വേണ്ടി ഈ ഇഹലോകത്തിലാണ് കല്യാണം കഴിക്കലും കഴിപ്പിക്കലും. സ്വർഗത്തിൽ കല്യാണം കഴിക്കലോ കഴിപ്പിക്കലോ ഇല്ലെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആയിരിക്കും. അവിടെ കല്യാണം കഴിപ്പിക്കലും കഴിക്കലും ഒന്നുമില്ല എന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ 7 സഹോദരന്മാർ കല്യാണം കഴിച്ചു. ഉത്താനത്തിൽ അവൾ ആരുടെ ഭർത്താവായിരിക്കും, അല്ല അവളുടെ ഭാര്യയായിരിക്കും എന്നൊക്കെ ഈ സദ്ദുക്കായർ ചോദിച്ചല്ലോ. തിരുവുത്താനത്തിൽ വിശ്വസിക്കാത്ത സദ്ദുക്കായർ. അതിന് മറുപടി കൊടുത്ത കർത്താവ് എന്താ പറഞ്ഞത്? ഈ സ്വർഗത്തിൽ കല്യാണം കഴിക്കലും കഴിപ്പിക്കലൊന്നുമില്ല, അത് ഇഹലോകത്താണ്. അപ്പോൾ ആരാണ് കന്യക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമോ ആ ജീവിക്കുന്ന ആ രീതി സ്വർഗത്തിലെത്തുന്നതിന് മുമ്പേ ഭൂമിയിൽ കാണിച്ചു കൊടുക്കുക. പക്ഷെ ഒരു വെല്ലുവിളിയുണ്ട്. എന്താണ്? സ്വർഗത്തിലെ ഒരു മാലഖമാരെ പോലെയാണ് ഇവിടെ നമ്മൾ ഭൗതിക ശരീരത്തോടെ വേണം ജീവിക്കാൻ. അപ്പോൾ ഭൗതിക ശരീരത്തിൽ തന്നെ മാലാഖമാരെ പോലെ ജീവിക്കുന്നതിനെയാണ് കന്യക എന്ന് പറയുന്നത്. സ്വർഗത്തിൽ കല്യാണം കഴിപ്പിക്കലും ഇല്ല. സ്വർഗത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന കാര്യം സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പേ ഭൂമിയിൽ ജീവിക്കുക, പക്ഷേ ശരീരത്തിലായിരുന്നു കൊണ്ട്. അപ്പോൾ ശരീരത്തിലായിരിക്കേ മാലാഖമാരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് കന്യകാത്വം എന്ന് പറയണേ. അങ്ങനെ ചെയ്ത ഒരു പെണ്ണാണ് ഈ ഥയ. പക്ഷെ നമുക്കറിയാലോ, ഈ പ്രോട്ടസ്റ്റന്റ് സഭകൾ, കത്തോലിക്ക സഭ വിട്ടുപോയവരൊക്കെ ഏറ്റവും പേടിക്കുന്നൊരു സംഗതിയാണ് കത്തോലിക്ക സഭയിലെ ബ്രഹ്മചര്യം. ചില പുഴുക്കുത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ മാനുഷികമായുള്ള പോരായ്മകളാണ്. അത് കല്യാണം കഴിച്ചവരിൽ തന്നെ എന്തുമാത്രം അബദ്ധങ്ങൾ സംഭവിക്കുന്നു, തെറ്റുകൾ സംഭവിക്കുന്നു. അപ്പോൾ ചില പുഴുക്കുത്തുകളെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മചര്യത്തിൽ മൊത്തം താറടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ലോകം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സംഗതികളൊന്നാണ് കത്തോലിക്ക സഭയിലെ ബ്രഹ്മചര്യം. എന്തുകൊണ്ടാണ്? ഒരു ഭാര്യ പോരാ 4 എണ്ണം വേണമെന്നും പറഞ്ഞിട്ട് ഒരു മതസമുദായം, എന്നിട്ടും അവിടെ നിൽക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യഭിചാരങ്ങളുള്ളൊരു സമുദായമായിട്ട് അത് മാറിയിരിക്കുന്നു. ഇല്ലേ? ഡ്രഗ്, എന്താ പറയുക, മയക്കുമരുന്ന്, കൊലപാതകം, സകല സംഗതികൾ ഏറ്റവും കൂടുതൽ അവിടെയാണ്. എന്നിട്ടും പിന്നെ തീവ്രവാദം, എന്നിട്ട് സമാധാനത്തിന് മതം വന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് നടക്കുകയാണ്. നമ്മളൊരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അവർ വന്നിരുന്ന് സമരം ചെയ്യണം. ഞാനതിൻ്റെ കഥകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവർ പേടിക്കുന്നു, നമ്മുടെ ബ്രഹ്മചര്യത്തെ അവർ പേടിക്കുന്നു. കാരണം സ്വർഗത്തിൻ്റെ പച്ചപ്പ് ഭൂമിയിൽ ഇപ്പോഴേ പ്രകാശിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ മാക്സിമിനസ് ചക്രവർത്തി, രണ്ടാമൻ ചക്രവർത്തി, അദ്ദേഹവും പേടിച്ചു. ഈ ബ്രഹ്മചര്യത്തെ പേടിയാണ്, കന്യകകൾ പേടിയാണ്. അതുകൊണ്ട് അവൾ അറസ്റ്റ് ചെയ്തു, മർദ്ദിച്ചു, കൊന്നുകളഞ്ഞു. പക്ഷെ നമുക്കറിയാലോ, വിശുദ്ധർക്ക് അതൊന്നും തീർച്ചയായിട്ടും വേദനയൊക്കെ ഉണ്ട്. പക്ഷേ വിശ്വാസം ത്യജിക്കുന്നവർക്ക് കഴിയില്ല. നമുക്ക് കഴിയില്ല, വിശ്വാസികൾ കഴിയില്ല. നമ്മൾ മരിക്കാൻ തയ്യാറാകും. വളരെ ചുരുക്കം ക്രിസ്ത്യാനികളുള്ള പല മുസ്ലിം രാജ്യങ്ങളിലും. എന്നിട്ടും വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ലല്ലോ. എത്രയോ പേരെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു. നമ്മളൊരു 33 കോടി ക്രിസ്ത്യാനികളാണ് ഇസ്ലാമിക വേൾഡ് ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ 33 കോടി ക്രിസ്ത്യാനികൾ മതം മാറുകയാണോ ഇസ്ലാമിലേക്ക്? അല്ല, മരിക്കാൻ തയ്യാറാകാണ്. കാരണം എന്താ? കർത്താവിനോടുള്ള സ്നേഹമാണ് ശരിക്കുള്ള വിശ്വാസം. കർത്താവിനോടുള്ള സ്നേഹമാണ് ശരിക്കുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ നിലനിന്ന ഒരു സ്ത്രീയാണ് ഈ അലക്സാണ്ട്രിയയിലെ ഥയ. അവൾ നമുക്ക് പ്രചോദനമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.